നമസ്കാരം. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ആദ്യം ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ദല്ലാൽ നന്ദകുമാറിനെതിരെ ബിജെപി നേതാവ് ശോഭാ സുരേന്ദ്രൻ തനിക്കെതിരെ പുറത്തുവന്ന ഓഡിയോ കൃത്യമായി സൃഷ്ടിച്ചത് അതിന് പിന്നിൽ ദല്ലാൽ നന്ദകുമാറാണ്. വ്യാജ ഓഡിയോ പ്രചരണത്തിന് പിന്നിൽ ആലപ്പുഴ എംപിയും എച്ച് സലാം എംഎൽഎയുമാണ്. ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ബിജെപി വിജയിക്കുമെന്ന IB റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. ഇത് പ്രതിരോധിക്കാനാണ് പുതിയ ആരോപണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. ശരണ്യ, ഇന്ന് തന്നെയായിരുന്നു അനിൽ ആന്റണിക്കുമൊപ്പം ശോഭാ സുരേന്ദ്രനുമെതിരെ കോഴ ആരോപണവുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്തെത്തിയത്. ശോഭാ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ കൈപ്പറ്റിയെന്നുള്ള ആരോപണമായിരുന്നു ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്. പക്ഷേ അതിനെതിരെ കൃത്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇപ്പോൾ ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി കൂടിയായ ശോഭാ സുരേന്ദ്രൻ. ആലപ്പുഴയിൽ BJP ജയിക്കും, അതിനെ പ്രതിരോധിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നത്. ഇതിന് പിന്നിൽ ഇടത് സ്ഥാനാർത്ഥിയാണെന്നടക്കം അവർ ആരോപിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്? എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? ഭവ്യ, ഇതിനകത്ത് അതായത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ദല്ലാൽ നന്ദകുമാർ ഇത്തരത്തിൽ ഒരു ആരോപണം, ശോഭാ സുരേന്ദ്രനുമെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. അതായത് ശോഭാ സുരേന്ദ്രന്റെ ഭൂമി വിൽക്കുന്നതിന് വേണ്ടി താൻ ആ ഭൂമി വാങ്ങുന്നതിനായി ആദ്യം താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ അഡ്വാൻസ് ആ ഭൂമിക്കായി നൽകിയിരുന്നു. പിന്നീട് ആ ഭൂമി താൻ വാങ്ങിയില്ല. ആ ഭൂമി വാങ്ങാത്ത ഘട്ടത്തിലും ആ അഡ്വാൻസ് തിരികെ നൽകുന്നതിനായി ശോഭാ സുരേന്ദ്രൻ തയ്യാറായില്ല എന്നുള്ളതാണ്. പണം കൈമാറിയ രേഖകൾ അടക്കം വെച്ചായിരുന്നു ദല്ലാൽ നന്ദകുമാർ അത്തരത്തിൽ ഒരു ആരോപണം ശോഭാ സുരേന്ദ്രനെ ഉന്നയിച്ച് അത്തരത്തിൽ തട്ടിപ്പ് നടത്തിയ ഒരാളാണ് ശോഭാ സുരേന്ദ്രൻ എന്നുള്ളതാണ് നന്ദകുമാർ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ അതിനുള്ളൊരു മറുപടി ഇന്ന് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോടായി പറഞ്ഞിട്ടുണ്ട്. ഈ ഭൂമി വിൽപ്പന നടത്തിയതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി അവർ സ്ഥിരീകരിക്കും. ഭൂമി വിൽപ്പന നടത്തിയെന്നല്ല, അതിനുവേണ്ടി നമുക്ക് ആദ്യം കേൾക്കണം. ശോഭാ സുരേന്ദ്രന്റെ വാക്കുകൾ കേട്ട ശേഷം ഞാൻ തിരിച്ചെത്താം. പോലും ദല്ലാൽ എന്ന് കേരളം ചാർത്തി കൊടുത്തിട്ടുള്ള ഒരാൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ശോഭാ സുരേന്ദ്രന് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പത്രസമ്മേളനം, അതൊരു നിഴലിൽ, സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ആ പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. അതിശക്തമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതുപോലെ തന്നെ ഒരു വ്യാജ ഓഡിയോ എനിക്കെതിരെ ഇറക്കിയുണ്ടായി. ഈ വ്യാജ ഓഡിയോയിൽ സംസാരിക്കുന്നത് പിന്നീട് ഞാൻ കണ്ടുപിടിച്ചു, ഇയാളുടെ ശബ്ദം എനിക്കറിയില്ല, വ്യാജ ഓഡിയോയിലെ സംസാരിക്കുന്ന വ്യക്തിയെ എനിക്കറിയില്ല, വ്യാജ ഓഡിയോക്കകത്തുള്ള 2 വ്യക്തികൾ എനിക്ക് പരിചയമുണ്ട്, ഒരാളെ എനിക്ക് പരിചയമില്ല. ഒരു 2 മാസക്കാലം അന്വേഷിച്ചതിന് ശേഷം എനിക്ക് അയാളെ പിടുത്തം കിട്ടി. അയാളുടെ പേര് മനസ്സിലായി. അയാളുടെ പേര് പാലക്കാട്ടുകാരൻ ഐസക് ആണ്. ഐസക് അവിടെ വലിയ ഒരു മാള് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഐസക് എന്ന് പറയുന്ന ആൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിണറായി വിജയന്റെ ചില വിഷയങ്ങളിൽ ഇടനിലക്കാരനായി വർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ആരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാള്, പാലക്കാടിലെ വലിയ മാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐസക് എന്ന് അന്വേഷിച്ചാൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് അയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടും. അപ്പൊ എന്നെ നേരിട്ട് ഒരിക്കൽ പോലും കാണാത്ത ഐസക് ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വേറെ ആരോടോ സംസാരിക്കുന്നതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ധാരാളം അതിൽ ഓഡിയോ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഓഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായി. ആ ഓഡിയോ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിലാണ് വന്നത്. കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ വന്ന ഈ ഓഡിയോ പല വീടുകളിലേക്കും എത്തിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായ സ്ത്രീയെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് ആ ഓഡിയോ സംപ്രേഷണം ചെയ്ത ഓൺലൈൻ ചാനൽ എന്ന് പറയുന്നത് ക്രൈം നന്ദകുമാറിന്റെ ചാനലാണ്. ആ ക്രൈമിലാണ് ഈ ഓഡിയോ 2, 3, 4 തവണ വാർത്ത വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ആ ഓഡിയോ വന്നതിനെതിരായി ഞാൻ കോടതിയിൽ പോയി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണ് ഞാൻ പരാതി കൊടുത്തു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് നേരിട്ട് ക്രൈം നന്ദകുമാറിനെ ഒന്ന് കാണണം എന്ന് തോന്നി. ക്രൈം നന്ദകുമാർ ആ വാർത്തയിൽ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ എത്രയോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് സ്വർണ്ണാഭരണങ്ങൾ എടുത്തത്? അത് ലോക്കറിൽ
ആരോ വെച്ച സ്വർണം ശോഭാ സുരേന്ദ്രൻ എടുത്തിരിക്കുന്നു. ഒന്ന്. രണ്ടാമത് പറഞ്ഞത് ദേശീയ പാതയോരത്ത് ശോഭാ സുരേന്ദ്രന് 20 ലക്ഷം വില വരുന്ന ഭൂമിയുണ്ട് എന്നാണ് പറഞ്ഞത്. 2 ആരോപണങ്ങളാണ് ആ ഓഡിയോയിലൂടെ പുറത്തു വന്നത്. ഞാൻ ക്രൈം നന്ദകുമാറിനെ കാണാൻ നേരിട്ട് പോയി. ഞാൻ അവിടെ ചെന്നു. ഞാൻ നേരിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ ആരാണ് എന്നറിയുമോ? എനിക്ക് എത്രമാത്രം സ്വത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഈ കാണിച്ചുകൊണ്ട് വാർത്ത ചെയ്തിട്ടുള്ള ആധാരത്തിലെ ഭൂമി ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ ക്രൈം നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അതൊന്ന് വിൽപ്പന നടത്തി തരണം. എനിക്ക് 20 ലക്ഷം വേണ്ട, 1 സെന്റിന് 20 ലക്ഷം വിലയുള്ള ഭൂമിയുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ആ ഭൂമിയുടെ ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾ അതൊന്ന് വിൽപ്പന നടത്തിയിട്ട് എനിക്കൊരു 5 ലക്ഷം വെച്ച് 1 സെന്റിന് തന്നാൽ മതി. എന്താണ്, 1 ഏക്കർ സ്ഥലം എനിക്കുണ്ട്, നാഷണൽ ഹൈവേയിലാണ് എന്നാണ് പറയുന്നത്. ആ ഭൂമിക്ക് 20 ലക്ഷം രൂപയുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ കാണാത്ത മറിയ ചേടത്തിയുടെ ഭൂമിയെക്കുറിച്ച് മാർക്സിസ്റ്റുകാരൻ പ്രചരിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ കാണാത്ത ശോഭാ സുരേന്ദ്രന്റെ ഭൂമിക്ക് ആരോ വിലയിട്ടുകൊണ്ട് മാധ്യമത്തിൽ ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നു. ശോഭാ സുരേന്ദ്രൻ എന്റെ വോട്ടുപാറയിൽ ഇന്നും കിടക്കുന്ന ആ ഭൂമിക്ക് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കരാർ എഴുതിയുണ്ടെങ്കിൽ ആ കരാറിന്റെ കോപ്പി നന്ദകുമാർ കൊണ്ടുവരട്ടെ. നാളെ രജിസ്റ്റർ ചെയ്യും മാധ്യമങ്ങളുടെ മുന്നിൽ. ബാക്കി പണം തരണം. അതായത് എന്റെ ഭൂമിയുടെ വില 1,90,000 രൂപയാണ്. 1,90,000 രൂപ വിലയുള്ള ഭൂമി ദല്ലാൽ നന്ദകുമാർ വാങ്ങാമെന്ന് പറഞ്ഞത് എന്റെ ജ്യേഷ്ഠൻ ക്യാൻസർ ബാധിതനായി കിടന്നപ്പോ പെട്ടെന്ന് ഒരു 15 ലക്ഷം ചികിത്സാ ചെലവ് വന്ന സമയത്താണ് എനിക്കത് വിൽക്കണമെന്നുള്ള ഒരു ആവശ്യം വരുന്നത്. ആ സമയത്ത് ഈ മനുഷ്യൻ, ഈ ദല്ലാൽ എന്ന് പറയുന്ന മനുഷ്യൻ എന്നെ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴും എനിക്കറിയാം ഇത് നാളെ ഇയാൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ബാങ്ക് വഴി, SBI ബാങ്ക് വഴി ഇടാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ എന്നോട് വെറുപ്പ് വരാനുള്ള കാരണം കൊടുക്കാൻ സൗകര്യമില്ല. എനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്റെ ഭൂമി, ഇവൻ വലിയ വാക്ക് പറയുന്ന ആളല്ലേ, എന്റെ ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് എന്നെ ചതിച്ച ഒരാൾക്ക് ആ ഭൂമി മാത്രമേ കൊടുക്കൂ. 4 തവണ ആ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു. 4 തവണ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ബാക്കി പൈസ തന്ന് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ ജന്മത്ത് ഈ ദല്ലാളിന് 10 ലക്ഷം രൂപ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥയല്ല. നോക്കൂ, ഷാഡി ക്യാരക്ടറുകളാണെങ്കിലും കൊണ്ടുവരുന്ന ആൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നടുവൊടിക്കുന്ന, നട്ടല് പിളർത്തുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കം നടത്താൻ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾക്ക് 100-300 ആളുകളെ കൊലപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. 100-300 ബലിദാനികളെ കേരളത്തിൽ സൃഷ്ടിക്കുകയും എന്റെ സഹപ്രവർത്തകൻ KT ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് മുറിക്കകത്തിട്ട് വെട്ടിക്കൊല്ലുകയും ആദ്യത്തെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സാധാരണ തൊഴിലാളിയെ കൊലപ്പെടുത്തിയതിലെ 1-ാം പ്രതി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ്. അങ്ങനെയുള്ള നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ഒരവസരം കിട്ടിയാൽ നാളെയും ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതിനനുസരിച്ചുള്ള പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ മാധ്യമ സുഹൃത്തുക്കൾ ശരണ്യ സ്നേഹജൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി തുടരുന്നുണ്ട്. ശരണ്യ, തെരഞ്ഞെടുപ്പിന് കൃത്യം 2 ദിവസം, വോട്ടെടുപ്പിന് കൃത്യം 2 ദിവസം മാത്രം ശേഷിക്കെ ദല്ലാൽ നന്ദകുമാർ ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥിക്കെതിരെ സാമ്പത്തിക ആരോപണവുമായി രംഗത്ത് വരുന്ന സാഹചര്യം, തെളിവുകളുമായി രംഗത്ത് വരുന്ന സാഹചര്യം. അതേ സമയത്ത് തനിക്കെതിരെയുള്ള ആരോപണം ഓഡിയോ കൃത്യമായി സൃഷ്ടിച്ചതാണ്. ഇതിന് പിന്നിൽ ഇടത് സ്ഥാനാർത്ഥിയാണ്, ഒപ്പം H. സലാം MLA ആണെന്ന് കൃത്യമായി പറയുന്നു ശോഭാ സുരേന്ദ്രൻ. അതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ദല്ലാൽ നന്ദകുമാർ പറയുന്നുണ്ട്, 26-ന് ശേഷം, തെരഞ്ഞെടുപ്പിന് ശേഷം ബാക്കി തെളിവുകളുമായി താൻ വരുമെന്ന്. എന്താണിത് സൂചിപ്പിക്കുന്നത്? ഇത് ഏതു തരത്തിൽ ബാധിക്കും ആലപ്പുഴയിലെ NDA? ഭവ്യ, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട, വളരെ കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. അതായത് ശോഭാ സുരേന്ദ്രനും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള ബന്ധമെന്ന് പറയുന്നത് CPM നേതാക്കളെ BJPയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഇടനില നിന്ന് പ്രവർത്തിച്ച ഇവർ തമ്മിലുള്ള ബന്ധം, ആ ഒരു ഇടനില നിന്നതിന്റെ ബന്ധമാണ് എന്നുള്ളത് ഇന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ഈ നേരത്തെ സൂചിപ്പിച്ച ഓഡിയോ അത് ഇതിനു മുമ്പ് തന്നെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഇറങ്ങിയതാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള ഘട്ടത്തിൽ ഇറങ്ങിയ ഓഡിയോ ഇപ്പോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആലപ്പുഴയിൽ പ്രചരിക്കുന്നുണ്ട്. അതിന് പിന്നിൽ അമ്പലപ്പുഴ MLAയും H. സലാമും ഒപ്പം തന്നെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി AM ആരിഫുമാണെന്നുള്ള
ആരോപണം ഉന്നയിക്കുന്നു. അത് പഴയ സംഭവം ഇപ്പോൾ ഓഡിയോ പ്രചരിക്കുന്നത് സംബന്ധിച്ചാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. പക്ഷേ ഇന്ന് ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച ഒരു ആരോപണം എന്ന് പറയുന്നത് തനിക്ക് ശോഭാ സുരേന്ദ്രന്റെ ഭൂമി നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് 10 ലക്ഷം രൂപ തന്റെ കയ്യിൽ നിന്ന് വാങ്ങി. അതിനുശേഷം ആ ഭൂമി തനിക്ക് വിൽക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല. മറിച്ച് ആ 10 ലക്ഷം രൂപ തനിക്ക് തിരികെ നൽകാനോ ശോഭാ സുരേന്ദ്രൻ തയ്യാറായിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് സാമ്പത്തിക ക്രമക്കേട് നടത്തുന്നു, സാമ്പത്തികമായി തട്ടിപ്പ് നടത്തുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറഞ്ഞുകൊണ്ട് ദല്ലാൽ നന്ദകുമാർ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കം വെച്ച് മാധ്യമങ്ങളെ കണ്ടത്. ഇന്ന് ശോഭാ സുരേന്ദ്രനോട് നമ്മൾ ആ കാര്യം ചോദിച്ചു. അതായത് എന്തായിരുന്നു ഇവർ തമ്മിലുള്ള സ്ഥലത്തിന്റെ ഇടപാട് എന്നതിനെ സംബന്ധിച്ച് ചോദിച്ചു. അതിൽ കൃത്യമായി ശോഭാ സുരേന്ദ്രൻ പറയുന്നത് തന്റെ സഹോദരിക്ക് ഒരു സാമ്പത്തികമായി സഹോദരിയുടെ ഭർത്താവിന് ഒരു സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഘട്ടത്തിൽ ആ കാര്യവുമായി ബന്ധപ്പെട്ട് സ്ഥല കച്ചവടവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രന്റെ വീട്ടിൽ ദല്ലാൽ നന്ദകുമാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ ചർച്ചകൾ കേട്ട് ദല്ലാൽ നന്ദകുമാർ ശോഭാ സുരേന്ദ്രനോട് പറയുന്നു തനിക്ക് താൻ ഈ സ്ഥലം ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞപ്പോൾ ആ ഭൂമി താൻ എടുക്കാം എന്ന് അല്ലെങ്കിൽ തനിക്ക് വാങ്ങിക്കൂടെ എന്ന് ദല്ലാൽ നന്ദകുമാറോട് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു എന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ എന്നാൽ താനത് വാങ്ങാമെന്ന് പറഞ്ഞ് കാറിൽ നിന്നും 10 ലക്ഷം രൂപ ഒരു പൊതിയായി എടുത്ത് ശോഭാ സുരേന്ദ്രൻ അപ്പോൾ തന്നെ കൈമാറാൻ ദല്ലാൽ നന്ദകുമാർ ശ്രമിച്ചു എന്ന് ശോഭാ സുരേന്ദ്രൻ പറയുന്നു. അപ്പോൾ പറയുന്നു അങ്ങനെയല്ല, എനിക്ക് അക്കൗണ്ട് ത്രൂ മതി എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപ അക്കൗണ്ട് ത്രൂ ആണ് വാങ്ങിയത് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് അതുവരെ ക്രൈം നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞ കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ സ്ഥിരീകരിക്കുകയാണ്. മറിച്ച് ശോഭാ സുരേന്ദ്രൻ പറയുന്ന ഒരു കാര്യം, അതിനുശേഷം ഈ ഭൂമി പൂർണ്ണമായി പണം നൽകി വാങ്ങാനായി ദല്ലാൽ നന്ദകുമാർ തയ്യാറായിട്ടില്ല. അത് തയ്യാറാവാതെ 2 വർഷമായി ഈ ഭൂമി വാങ്ങാതെ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 10 ലക്ഷം ഞാൻ തിരിച്ചു നൽകില്ല, മറിച്ച് എന്റെ ഭൂമി ദല്ലാൽ നന്ദകുമാർ വാങ്ങണം എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് എന്തുകൊണ്ട് ഒരാൾ ഒരു കച്ചവടത്തിൽ നിന്ന് പിന്മാറിയാൽ ആ പണം തിരികെ നൽകാൻ എന്തുകൊണ്ട് ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന് ശോഭാ സുരേന്ദ്രൻ ഇപ്പോഴും മറുപടിയില്ല. അത് വളരെ വ്യക്തമാണ് ഇന്ന് പറഞ്ഞ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞ കാര്യത്തിൽ. മറിച്ച് ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തെ മറ്റൊരു വലിയ വജ്രായുധം ഉപയോഗിച്ച് ശോഭാ സുരേന്ദ്രൻ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ ഇവിടെ കണ്ടു. അതിനകത്ത് പറയുന്നത് ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. അതായത് എങ്ങനെയാണ് ഒരു ദല്ലാൽ ഇടനിലക്കാരനായി നിൽക്കുന്ന ഒരാളെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും അയാൾക്ക് തന്നെ ഈ കച്ചവടത്തിലേക്ക് ശോഭാ സുരേന്ദ്രൻ പോയത് എന്ന് ചോദിച്ചതിന് വ്യക്തമായ മറുപടി ശോഭാ സുരേന്ദ്രനില്ല. മറിച്ച് ദല്ലാൽ നന്ദകുമാറുമായി ശോഭാ സുരേന്ദ്രന് ഉള്ള ബന്ധം ആദ്യഘട്ടത്തിൽ PC ജോർജിനെ പാർട്ടിയിലേക്ക് കൊണ്ടുപോകുന്ന ഘട്ടത്തിൽ PC ജോർജിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി പോകുന്ന ഘട്ടത്തിലാണ് ദല്ലാൽ നന്ദകുമാറിനെ കണ്ടത് എന്ന് പറയുന്നു. പിന്നീട് ദല്ലാൽ നന്ദകുമാർ ഇവരുടെ വീട്ടിലടക്കം ചെന്ന കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ സ്ഥിരീകരിക്കുകയും വീട്ടിൽ വെച്ചാണ് ഈ ഭൂമിയുടെ കച്ചവടം നടന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറം ഇപ്പോൾ ശോഭ ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് പ്രതിരോധത്തിലേക്ക് CPM-നെ കൂടുതൽ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് CPM-ന്റെ ഒരു ഉന്നത നേതാവ്, കണ്ണൂരിൽ നിന്നുള്ള ഒരു ഉന്നത നേതാവിനെ BJP-യിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള ഇടനിലക്കാരനായാണ് ദല്ലാൽ നന്ദകുമാർ പ്രവർത്തിച്ചതെന്ന് വളരെ കൃത്യമായി പറയുന്നു. അത് നന്ദകുമാർ ഉന്നയിച്ച ആരോപണത്തിൽ ഈ CPM നേതാവ് ആരാണ് എന്ന് താൻ തിരഞ്ഞെടുപ്പിന് ശേഷം വെളിപ്പെടുത്തും എന്നുള്ളതാണ്. അതായത് ഈ CPM കണ്ണൂരിൽ നിന്നുള്ള ഈ ഉന്നതനായ CPM നേതാവ് തൃശൂർ രാമനിലയത്തിലെ ഗോവിന്ദ മാസ്റ്ററിന്റെ ജാഥ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അവിടെ വെച്ച് ഈ തൃശൂർ രാമനിലയത്തിൽ ഗസ്റ്റ് ഹൌസിൽ വെച്ച് തന്നെ കാണാനായി തന്റെ മുറിയിലേക്ക് നന്ദകുമാറുമായി എത്തിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഡൽഹിയിൽ വന്ന് BJP നേതാക്കന്മാരുമായി ഈ ഉന്നത നേതാവ് ചർച്ച നടത്തി, CPM ഉന്നത നേതാവ് ചർച്ച നടത്തി എന്നുള്ള ഒരു ആരോപണം പറയുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ആരോപണം ജോൺ ബ്രിട്ടാസിനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണമാണ്. അതായത് കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട് താൻ പ്രസംഗിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലപ്പുറത്തുള്ള തന്റെ ബന്ധുവിനെ ജോൺ ബ്രിട്ടാസ് സമീപിച്ചു എന്നുള്ള 2 ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധം സൃഷ്ടിക്കുകയാണ് ശോഭാ സുരേന്ദ്രൻ ഇവിടെ ചെയ്യുന്നത്. അതേസമയം തന്നെ പണം താൻ കൈപ്പറ്റിയെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയും ആ ഭൂമി വാങ്ങിയില്ലെങ്കിൽ നന്ദകുമാറിന് പണം തിരികെ നൽകില്ല എന്ന് അവർ ഉറച്ചു നിന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ ഭൂമി ഇടപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. തീർച്ചയായും സാമ്പത്തിക ആരോപണത്തിൽ കൃത്യമായ ഒരു പടി കൂടി കടന്ന ദല്ലാൽ നന്ദകുമാറിനെതിരെയുള്ള വജ്രായുധവുമായാണ് ഇപ്പോൾ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ രംഗത്ത് വന്നതിൽ നന്ദകുമാറിന്റെ ആരോപണത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള അന്വേഷണം ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ നന്ദകുമാറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ സ്വാധീനമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹത്തിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. വളരെ വേഗം മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം.